പലപ്പോഴും യൂട്യൂബിലൊക്കെ പലതരത്തിലുള്ള ഫലപ്രവചനങ്ങളൊക്കെ നടത്തുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ, സാമാന്യബോധമുള്ളവർക്കാണെങ്കിൽ പലപ്പോഴും നമുക്ക് ചിരി തോന്നുകയാണ് നമുക്ക് വേണ്ടി വരിക. അത് യാഥാർത്ഥ്യമാണോ? കാരണം ഈ സമൂഹത്തിലെ 2 or 3 നക്ഷത്രങ്ങളെ എടുത്തില്ലെങ്കിൽ ഒരു നക്ഷത്രങ്ങളെ എടുത്തിട്ട് ഫലം പറയുകയാണ്. ഇന്ന് ഇവർക്ക് ഇതായിരിക്കും. ജ്യോത്സ്യത്തിൽ ഒരു കാരണവശാലും, ജ്യോതിശാസ്ത്രത്തിൽ ഒരു കാരണവശാലും ഒരു പർട്ടിക്കുലർ ഡേയുടെ ഫലം പറയുക പ്രായോഗികമല്ല. ഒരു പർട്ടിക്കുലർ ഡേയുടെ ഫലം പറയുക. കാരണം എന്താണ്? എങ്ങനെയാണ് ജ്യോതിശാസ്ത്രം ഉണ്ടായത്? അതായത് സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം, അത് തമ്മിലുള്ള ദൂരവ്യത്യാസം ഇത്തരത്തിൽ കണക്കാക്കി അത് ഓരോ നക്ഷത്രത്തിലുള്ള വ്യക്തികളിലേക്ക് വരുമ്പോൾ അതുണ്ടാക്കുന്ന സ്വാധീനം, അത് സാധ്യത. കാരണം സ്റ്റാറ്റിസ്റ്റിക്കലി ഇങ്ങനെയുള്ളവർക്ക് ഓരോ പ്രാവശ്യവും വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ ഇങ്ങനെ നോക്കി ഒരു ക്ലസ്റ്റർ, അതായത് നിശ്ചിത കാലഘട്ടത്തെ മാത്രം വെച്ചിട്ടാണ് ഇവരുടെ പഠനങ്ങൾ നടന്നിട്ടുള്ളത്. ഓരോ ദിവസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജ്യോതിശാസ്ത്രത്തിൽ ഒരു തരത്തിലുള്ള പഠനങ്ങളും നടന്നിട്ടില്ല, അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനമായിട്ട് പറയാൻ പാകത്തിന് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ തിങ്കളാഴ്ച ദിവസം ഇങ്ങനെയുള്ള ഫലമായിരിക്കും വരിക എന്ന് പറയാൻ, അല്ലെങ്കിൽ 1-ാം തീയതി തിങ്കളാഴ്ച ഇന്ന് ധനലാഭം ഉണ്ടാവും, നിങ്ങൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ വേറുന്നുണ്ട്, ഒരു അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട ഒരു ഫലം പറയുന്നു. അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട കോടിക്കണക്കിനുള്ള ജനത്തിൽ ഒരു 10 പേരെ പിരിച്ചുവിടാൻ തീർച്ചയായിട്ടും സാധ്യതയുണ്ടാവും. ഒരു 10 പേർക്ക് ജോലി കിട്ടാനും ചിലപ്പോൾ സാധ്യതയുണ്ടാവും. അങ്ങനെ കിട്ടിയാൽ അത് ഇതുകൊണ്ടാണ് എന്ന് വിചാരിക്കുക. കാരണം വലിയൊരു സമൂഹത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന കുറേ പ്രവചനങ്ങൾ ആവശ്യമുള്ളവരെടുക്കും. എനിക്ക് ഫലിച്ചില്ലെങ്കിൽ അത് എനിക്കല്ല, മറ്റുള്ളവർക്ക് ഫലിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുക. ഇതൊക്കെ യഥാർത്ഥത്തിൽ എന്താണ് കാരണം? കാരണം മനുഷ്യന് സ്വയം വിശ്വാസമില്ല.